ശരിക്കും പറഞ്ഞാല് നമ്മള് ഇപ്പൊ രണ്ടാം മൂന്നാമത് ഇതുപോലത്തെ കുന്നാ കയറുന്നത്. നമ്മളെ പിള്ളേരെ പൊളിയാട്ടാ. പിള്ളേര് നോക്കിയാ മുന്നിൽ പായുന്നുണ്ട്. ഓക്കെ അപ്പൊ നമ്മള് റാണിപുരം എക്കോ ടൂറിസം സെന്ററിലാണുള്ളത്. ഒരു ലൈറ്റ് ട്രക്കിങ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടുന്ന് ഈ ടോപ്പിലേക്ക് ഏകദേശം 2.5 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അട്ടയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല അടിപൊളി സ്ഥലം. പക്ഷെ മഴ പെയ്തുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഊരുന്ന പോലെയുണ്ട്. ചുറ്റും നല്ല കാടാട്ടാ. അടിപൊളി. റാണിപുരം അടിപൊളി സ്ഥലമാണ്. നല്ല ഫോറസ്റ്റാണ്. നമുക്ക് കുറച്ച് അട്ടകളുണ്ട്. നേരത്തെ ഞാൻ വിചാരിച്ച അട്ടയൊന്നും ഇല്ല. കുറേ പുതിയ മരങ്ങൾ നമുക്കിവിടെ കാണാം. അടിപൊളിയായിട്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത വെറൈറ്റി മരങ്ങൾ. കരിഞ്ഞാവൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതല്ലോ. ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ മഴ പെയ്തുകൊണ്ട് നല്ലോണം പൂരുന്നുണ്ട്. നല്ല ക്ഷീണമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ അടിപൊളിയല്ലേ. നമുക്കിനി കയറാനുള്ള മലയാണ് കേട്ടോ. ആ ഭാഗത്തായിട്ടാണ് മല. നമുക്കിനി ഒരു 2 കിലോമീറ്റർ കൂടി ട്രക്ക് ചെയ്യാനുണ്ട് കേസ്. നമ്മൾ ഈ അടുത്ത് പൈതൽ മല പോയിട്ടുണ്ട്. പക്ഷെ പൈതൽ മല ഒന്നും എനിക്ക് തോന്നുന്നു ഇതിന്റെ അടുത്തേ അല്ല. വേറൊരു സാധനം കണ്ട എന്താ സാധനം? അടിപൊളി ഒരു നെല്ലിക്കല്ല പോലെ ഉണ്ടല്ലേ. അടുപ്പിച്ചിട്ടൊന്ന് സൂം ചെയ്തൊക്കെ എന്താ സാധനം അറിയില്ല. കാട്ട് ചെടി വരാറ്റായി. ഇനി വീണ്ടും ഒരു കാട്ടിലേക്ക് പോകുന്നു. നേരത്തെ ഒരു കാട് കഴിഞ്ഞു, അതുപോലെ ഒരു മൊട്ടക്കൊന്ന്. അപ്പൊ നമ്മളൊരു പകുതിയിലെത്തിയിട്ടുണ്ട്. നൂഹേ അടിപൊളിയല്ലേ ട്രക്കിങ്? നൂഹേ ഇപ്പൊ കുറച്ച് നേരത്താ നൂവിന്റെ അട്ട കയറി. ആള് ബേജാറായി. കുക്കി. അപ്പൊ നമ്മൾ കൊറേ നടന്ന് വീണ്ടും ഒരു കുന്ന് കയറുന്ന. ഇപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം. എന്നാ ശരിക്കും പറഞ്ഞാല് നമ്മള് ഇപ്പൊ രണ്ടാം മൂന്നാമത് ഇതുപോലത്തെ കുന്നാ കയറുന്നത്. നമ്മളെ പിള്ളേരെ പൊളിയാട്ടാ. പിള്ളേര് നോക്കിയാ മുന്നിൽ പായുന്നുണ്ട്. ഓക്കെ ഹായ്. ഓക്കെ നമ്മളാക്കട്ടി മുന്നേ ശ്രദ്ധിക്കണേ വേറെ. അപ്പം നമുക്ക് ഇതാ മലയെ കയറാനുണ്ട്. അടിപൊളിയല്ലേ. നല്ല നൈസ് വൈബായിരിക്കും. പൊളിക്കും. ചുറ്റുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ആ മോനെ അടിപൊളി. എടാ നമ്മൾ നോക്കിയ ഈ ഒരു 2 ഭാഗത്തായിട്ട് കരിഞ്ഞുണങ്ങിയ ഒരു പുല്ല് കാണുന്നുണ്ട്. സെന്ററിൽ കണ്ട ഒരു നല്ല റോഡ്. നീ എനിക്ക് വരൂലോ മോനെ. നോക്കടാ ഇതൊക്കെ അടിപൊളിയല്ലേ. ഒരു സൈഡ് പാറി, അടുത്ത ഭാഗത്ത് കാടും. എന്റെ മോനെ എന്തൊരു തരസാലേ. 2 സിനിമാറ്റിക് ഡാൻസ്, 12 മൈമ്, ഇതെല്ലാം അഭിനയിച്ച ആളാണ്. അതുകൊണ്ട് അയ്യോ ഇതാ ഹൈലൈറ്റ്. ഇതാ നോക്കിയേ നല്ല ഡീപ്പാട്ടാ. ജസ്റ്റ് കാലിന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ മറ്റേ മഞ്ഞുമ്മൽ ബോയ്സ് കിടക്കുന്നതിൻ്റെ തൊട്ട് കിടക്കേണ്ടി വരും. അങ്ങ് താഴത്ത് നോക്കിയേ കിടന്ന് സ്ലിപ്പായിട്ടുണ്ടെങ്കിൽ അവസ്ഥ. എത്തിയിട്ടൊന്നുമില്ല, കുറേ ഉണ്ട്. നമ്മള് വിചാരിക്കാ ചെയ്യാത്. നമ്മളിപ്പം നിന്നൊരു സ്ഥലം നോക്കിയേ. ജസ്റ്റ് ഇപ്പുറത്ത്. ഓ അടിപൊളിയല്ലേ. ഏത് വൈബ് പോലെ. ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇത് അടിയിൽ അത്ര പ്രശ്നമൊന്നുമില്ല. വാ ഇവിടെ ഇരുന്നോ. എടാ വാ ഇവിടെ ഇരുന്നോ.
ഓക്കെ അല്ലേ? ഓക്കേടാ. നല്ല മെനക്കേടുണ്ട് പക്ഷെ കയറുവാൻ. ഇനി ഒരു മലയും കൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലെത്താം. അടിപൊളി വൈബാണ്. അവിടെ പോവാം, അതിലേക്ക് പോവാം, എന്നിട്ട് ഷൂട്ട് ചെയ്യാം. ഒടുവില് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മൾ ഇത്രയും നേരം നടന്നിട്ടുള്ള ഒരു എഫേർട്ട് നമുക്ക് അവിടെ പോയാലാണ് അതിൻ്റെ ഒരു സുഖം മനസ്സിലാക്കുക. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ആസ്വദിക്കട്ടെ. എന്താ അവസ്ഥ നോക്കട്ടെ. ഹിൽസിന്റെ മേലെ ഏറ്റവും ടോപ്പിലാണ് നമ്മളുടെ. അവിടെ നിന്നുള്ളൊരു വ്യൂ ആയത്. അടിപൊളി കാഴ്ചകളാണ് മോനെ, അടിപൊളി കാഴ്ചകൾ. കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് അടിപൊളി സ്ഥലമാണ്. ഓക്കെ, നല്ല അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം, അടിപൊളി സ്ഥലം മോനെ, കിട്ടില്ല. നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ആ എൻഡ്, അത് ആ മലയിൽ നിന്നാണ്. അത് അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് വേറൊരു മലേൻ്റെ മണ്ടയിലാണ്. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഈ മല കയറാതെ ചുറ്റിയിട്ട് പോകുന്നുണ്ട്. കണ്ട, ഹായ് ഗേസ്. അപ്പോൾ ഇത് നമുക്ക് ഇതാ അങ്ങ് അവിടെ പോയിട്ട് അതിലേ വര പോലെ കാണുന്നില്ലേ, അങ്ങനെയാണ് നമുക്ക് ഇറങ്ങിയിട്ട് പോകേണ്ടത്. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. അതാ നമ്മളെ റോഡ് ആണ്. വണ്ടി കാണുന്നില്ലല്ലോ, എവിടെ വണ്ടി കാണുന്നു? അതാന്ന് തോന്നുന്നു. ഓക്കെ, അങ്ങ് കാണുന്നില്ലേ? യാ മോനെ, അവിടെ എത്തണം ശരിക്കും. അപ്പോൾ നമ്മളെ വണ്ടി ആ കാണുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മളെ വണ്ടി അത്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഈ മലയിറങ്ങാം. നമ്മളെ ഗൈസുകളൊക്കെ അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നൈസ്. നമ്മൾ ശരിക്കും പോകുന്നേരം കോട അധികം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഫുള്ള് കോടയായി, അടിപൊളിയായിട്ട് കോടയാണ്. സൈഡിലൊന്നും കാണാൻ പറ്റാത്ത കോടയാണ് കേട്ടോ. അതൊന്നും കാണാൻ